നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ രേണു സുധിയാണ് അവിടെയും ചർച്ച. വേറൊന്നുമല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രേണു സുധി കിച്ചണിൽ വെച്ചിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒന്ന് തുപ്പി. രണ്ടാമത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു. ആ തലവേദന ആണ് എന്ന് പറഞ്ഞു കിടന്നത് ഡ്രാമ ആണെന്നാണ് ഇപ്പൊ വീട്ടിലുള്ളവരെല്ലാം പറയുന്നത്. അഭിലാഷാണ് അതിനെ ചോദ്യം ചെയ്തത്. വെച്ചാൽ ഞാനത് ലൈവ് കണ്ടതാണ്. ലൈവില് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷൻ റൂമിൽ എല്ലാവരും പോയിട്ട് അവരുടെ നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന സമയത്ത് ഈ ഇന്നലത്തെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും എല്ലാവർക്കും അത് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം രേണു സുധി അവിടെ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിടന്നു. ആ കിടന്നതിന് ശേഷം എല്ലാവരെയും ലിവിംഗ് ഹാളിലോട്ട് എല്ലാവരെയും അവിടെ നിന്ന് പിന്നെ പിരിച്ചുവിട്ടു. ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു രേണു സുധി എല്ലാവരും കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അഭിലാഷ് ചോദിച്ചു, ഇപ്പൊ തലവേദന ഇല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര തലവേദനയാണ്, എന്റെ തല പൊട്ടിപ്പൊളക്കുന്നു എന്നൊക്കെ പറയുന്നു. നമുക്കറിയാം, പൊട്ടിപ്പൊളക്കുന്ന ഒരു തലവേദന വന്നാൽ ആ ആള് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വന്നാൽ തന്നെ നമുക്ക് വലിയ ഒച്ചത്തിലൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തലവേദന വരുന്നതാണ് ഇടയ്ക്ക്, എനിക്കറിയാം. നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ രേണു സുധി അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ചെറിയ ഒരു ക്ലിപ്പിംഗ്സ് നിങ്ങളെ കാണിക്കാം. ഒരുപാട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും ചെറുതായിട്ട് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തലവേദന വന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഈ കേട്ടത് നല്ല തലവേദന വന്ന് തല പൊട്ടിപ്പൊളക്കാനിരിക്കുന്ന ഒരാളുടെ സൗണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് തലവേദന വന്നാലെന്ന് എനിക്കറിയത്തില്ല. വലിയ പൊട്ടിപ്പൊളക്കുന്ന തല പൊട്ടിപ്പൊളക്കുന്ന സൗണ്ടൊക്കെ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്ക് സാധാരണ അങ്ങനെ തലവേദന വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലവേദന വരാറുണ്ട്. ആ സമയത്ത് എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഇത്ര ഉച്ചത്തിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല്, ഇപ്പൊ അവിടെ ആ സമയത്ത് തന്നെ ഷാനവാസിന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ക്യാപ്റ്റനായ അനീഷ് അത് മൈൻഡ് ചെയ്യാതെ രേണു സുധിക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ബിഗ് ബോസിനോട്, ബിഗ് ബോസ് കാപ്പി കൊണ്ടുവരൂ, രേണു സുധിക്ക് ഇങ്ങനെ തലവേദനയാണ്, പെട്ടെന്ന് തന്നെ രേണു സുധിക്ക് കാപ്പി കൊണ്ടുവരണം, ഞങ്ങൾക്കും വേണം, പക്ഷെ രേണു സുധിക്ക് ആദ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സിമ്പതിയൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ഇവര് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ. അതിനുശേഷം രേണു സുധി നടന്ന് അങ്ങോട്ട് പോവുകയും ആക്റ്റീവ് ആകുന്ന ഒരു രേണു സുധിയാണ് കണ്ടത്. തലവേദന ഒന്നും ഇല്ലാത്ത, അങ്ങനെ പൊട്ടിപ്പൊളക്കുന്ന തലവേദന വന്നാൽ ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഭയങ്കര അടിയും ബഹളമൊക്കെ ആയി. ഞാൻ കള്ളത്തരം പറയത്തില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നിട്ട് രേണു സുധി അവിടെ കിടന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടി നടന്നിട്ടുണ്ട്. അല്ലാതെ പറയുന്നുണ്ട് രേണു സുധി ഇവിടെ ഒന്നും അല്ലെന്ന് അഭിലാഷ് കൃത്യമായിട്ട് അഭിലാഷ് വലിച്ചു വാരി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ രേണു സുധി ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനൊന്നും ഇല്ല, ആർക്കും പ്രിവിലേജ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കിട്ടിയത് അനീഷിനും കൂടാണ്. എന്നുവെച്ചാൽ അനീഷ് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അത് ഞാനും കണ്ടായിരുന്നു. രേണു സുധിക്ക് എന്നുവെച്ചാൽ രേണു സുധിക്കുള്ള ഫാൻസ് അനീഷിനെ സപ്പോർട്ട് ചെയ്യും എന്ന് അനീഷ് വിചാരിച്ചിരിക്കുക. അനീഷ് നല്ല ക്രൂക്കഡ് മൈൻഡാണ്. അനീഷിന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൂക്കഡാണ്. പക്ഷെ അനീഷിനെ പോലെ ഒരാൾ അവിടെ വേണം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ആൾക്ക് ഇവരെല്ലാം നല്ല നുള്ളി ഉണർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഗെയിമിലേക്ക് വരും. അനീഷിനോട് ദേഷ്യമുള്ളവർ അങ്ങനെ സംസാരിക്കും. അങ്ങനെ ഗെയിമിലേക്ക് ഓരോരുത്തരെ കൊണ്ടുവരാൻ അനീഷിന് കഴിയും. പക്ഷെ അനീഷ് ഒരുപാട് ഓവറായാൽ അത് അനീഷ് തന്നെ പണിയാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്. രണ്ടാമത്തെ കാര്യം, രേണു സുധി ഇന്ന് രാവിലെ കാണിച്ച ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ജാസ്മിൻ കഴിഞ്ഞ സീസണിൽ കണ്ടവർക്ക് അറിയാമായിരിക്കും, ഒന്ന് തുമ്മിയതേ ഉള്ളൂ, ചായക്കകത്തായിരുന്നു. എന്നിട്ട് ചായ വീണ്ടും പറഞ്ഞ് ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അതുപോലെയാണ് രേണു സുധി കിച്ചണിൽ വേസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ തുപ്പി. അതാണ് അവിടെ സീന്. ആ സീൻ ഇപ്പൊ പലരും കണ്ടിട്ടുണ്ട്. അതെന്തായാലും മോഹൻലാൽ ഇനി വരുമ്പോൾ ചോദിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ചോദിക്കുമായിരിക്കാം, ചോദിക്കാതിരിക്കത്തില്ല. ഇത്രയും വെളിയിൽ ഇത്ര ഇഷ്യൂ ആയി കഴിഞ്ഞാൽ എന്തായാലും ലാലേട്ടൻ ചോദിക്കും. പണ്ടത്തെ പോലുള്ള ഒരു ബിഗ് ബോസ് ഒന്നും അല്ല എന്നാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിശ്വാസമുണ്ട് നമുക്ക്. അതിനെക്കുറിച്ച് നമ്മുടെ ദിയ അച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കേൾക്കാം. ഈ രേണു സുധി ബിഗ് ബോസിൽ പോയതിൽ എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ, ബാക്കി ആർക്കും ഇല്ല. ഭയങ്കര അസൂയ കേട്ടോ. എനിക്ക് എന്തിനാണോ അസൂയപ്പെടുന്നത്? പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നുണകള്, പേക്കുത്തുകള് അകത്ത് 10-60 ക്യാമറകളിൽ കണ്ട് വെളിയിൽ വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു. സത്യസന്ധമായിട്ട് പറയണേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ്. രേണു സുധി കിച്ചണിൽ പോയി കാത്തിച്ച് തുപ്പി. ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും. പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണത്. കിച്ചണിൽ തുപ്പിയ കാര്യമാണ് ഈ പറയുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ
പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ രേണുസുതിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് ദയ അച്ചുവിന് അറിയാമെന്നാ പറയുന്നത്. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ദയ അച്ചുവുമായിട്ട് കമ്പനി ഉള്ളവരുണ്ട്. അവർ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടെന്നാണ് പറയുന്നത്. ആ ശീലം ഇവിടെ വർക്കൗട്ട് ആക്കി എന്നാണ് ദയ അച്ചു പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കണേ. തുപ്പല് പുള്ളിക്കാരത്തേക്ക് തുപ്പല് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയതാണ്. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിന്റെ ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പല് ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടയ്ക്കുവാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാനത് പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പൊ പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാല് കിച്ചണിൽ പോയിട്ട് രാവിലെ തന്നെ ആരും കണ്ടിട്ടില്ല, പക്ഷെ ക്യാമറ കണ്ടു, ലൈവ് കണ്ടവരും കണ്ടു. എത്ര പേര് അത് കണ്ടു എന്നറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അത് ലാലേട്ടൻ വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം തരുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത്. നമുക്ക് അവിടെ കായ്കറികൾ അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും. അതിൽ കാർക്കിച്ച് തുപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള, ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല. അട്ടയെ പിടിച്ച മെത്തി കിടത്തിയാ കിടക്കുവോ? ചുരുക്കം പറഞ്ഞാൽ ഇവര് തമ്മിൽ നേരത്തെ തന്നെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. എന്നാലും ഈ പറയുന്നതിൽ കാര്യമുണ്ട്. ആ വീഡിയോസ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇതായ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പണി തരും ബിഗ് ബോസ്. അപ്പോൾ എന്തായാലും ഇത് നടന്ന സംഭവം തന്നെയാണ്. ഞാൻ ആ വീഡിയോ കാണുകയും ചെയ്തു. അപ്പം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അത് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ ഇഷ്യൂ ആയ സ്ഥിതിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാല് കിച്ചൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിങ്ങൾ ആരെങ്കിലും പോയി തുപ്പാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ വേസ്റ്റ് ഇട്ടേക്കുന്ന വേസ്റ്റ് ബോക്സിലൊക്കെ പോയി ആരും തുപ്പും. അത് വേസ്റ്റ് ഇടാനുള്ളതാണ്. തുപ്പൽ ഒരു വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാലും ആരും പോയി തുപ്പാറില്ല ഈ വേസ്റ്റ് ബോക്സിൽ. ഓക്കെ, വേസ്റ്റ് ബോക്സിൽ വെളിയിലാണെങ്കിൽ ഓക്കെ. ഈ കിച്ചന്റെ അകത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബോക്സിൽ ഇത്രയും വലിയ കൊട്ടാരം പോലുള്ള ബിഗ് ബോസ് ഹൗസ് ഉള്ളപ്പോൾ, അവിടെ ഇഷ്ടം പോലെ വാഷ് ബേസിനുകൾ ഉള്ളപ്പോൾ അവിടെ പോയി രാവിലെ തുപ്പുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇനി ഇതിനെ ന്യായീകരിച്ചും പലരും വരുമായിരിക്കാം, അറിയത്തില്ല. എന്തായാലും ഈ ചെയ്തത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ രണ്ടടി, അപ്പൊ ഒന്ന് അലിഗേഷൻസ്, ഒന്നെന്ന് വെച്ചാൽ ഒന്ന് വേസ്റ്റ് ബോക്സിൽ തുപ്പി എന്നുള്ളത്, രണ്ട് ഉറക്കം തലവേദന നടിച്ച് എല്ലാവരെയും കളിപ്പിച്ചു, അവർ കണ്ടുപിടിച്ചു. പിന്നെ അവിടെ ഭയങ്കര ബഹളവും അടിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാനിപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പം ഇപ്പോഴും അത് തന്നെയാണ് അവിടെ ചർച്ച നടക്കുന്നത്. അതിനുശേഷം രേണുസുതി അവിടെ പിന്നെ നാടകങ്ങൾ ഒരുപാട് നാടകം കളിക്കുന്നുണ്ട്. എനിക്ക് തലപൊട്ടി പൊളുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ കടന്നങ്ങ് ചിലക്കുവാണ്. ഭയങ്കര ചല. ഒരു തല പൊട്ടിപ്പൊളക്കുന്ന ഒരാൾ ഇത്രയും ചിലക്കുമെന്ന് എനിക്കറിയത്തില്ല. രേണുസുതിയോട് പറയാനുള്ളത്, രേണുസുതി ഉദ്ദേശിക്കുന്ന 1 2 ക്യാമറകളോ 4 ക്യാമറകളോ ഒന്നുമല്ല. അവിടെ 100ഓളം ക്യാമറകൾ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ നിരീക്ഷിക്കാൻ ക്യാമറ. നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾ അവിടെ ക്യാമറ വന്ന് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾ കള്ളത്തരം പറയുകയാണ്, തലവേദനയാണെന്ന് പറഞ്ഞ് നടിക്കുകയാണെങ്കിൽ തന്നെ അതും കണ്ടുപിടിക്കാൻ ഡോക്ടർമാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എന്തായാലും അഭിലാഷ് ഇന്ന് തകർത്തിട്ടുണ്ട്. അതുപോലെ അപ്പാനി ശരത്ത് ശരിക്കും പറയുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് മെഡിക്കൽ മിറാക്കിൾ ആണിത്. ഇത് മെഡിക്കൽ മിറാക്കിൾ ആണ്. എന്ന് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് തലവേദന പോയി. എല്ലാവരോടും ബിഗ് ബോസ് പിരിഞ്ഞു പോകാൻ പറഞ്ഞ് കൺസെഷൻ റൂമിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു ബിഗ് ബോസ്. അതിനുശേഷം തലവേദന പോയി. ഇത് മെഡിക്കൽ മിറാക്കിൾ ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.